കണ്ടോ ഇത് കണ്ടോ? ഇനി ഈ കോല് മുറിക്കൂടണം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. കേട്ടല്ലോ? എന്നോട് ഇനി ഒരു കാര്യം നീ സംസാരിക്കരുത്. എനിക്കിതിന്റെ മുഖം പോലും കാണണ്ട. നീ ഒന്നും ചെയ്തില്ലേ? എന്നെ കൂടെ പറയിപ്പിക്കരുത് കനക. കൊറേ ഒന്നും എന്ത് ചെയ്തെന്ന് ഞാൻ എന്ത് പറഞ്ഞിട്ടാ നീ ചടന്നത്? ഇന്നലെ നീ ആ പെണ്ണ് വന്നപ്പോഴത്തേനും എന്തൊക്കെ വിളിച്ചു പറഞ്ഞടാ? ആര്? ആ മറ്റേ ലക്ഷ്മിയാ? മറ്റേ ലക്ഷ്മി നിന്റെ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞതല്ലേ. നീ ഒന്നും പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട, നീ എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വിളിച്ചല്ലേ ഉള്ളൂ. വേറെ എന്ത്? ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോ എന്റെ വീട്ടിലൊന്നും ഇല്ലാന്നാണോ പറയേണ്ടത്? എന്റെ വീട്ടിലൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്താ എല്ലാ ദിവസവും പട്ടിണി കിടക്കണോ? അതാണോ? അങ്ങനെ പറഞ്ഞില്ലല്ലേ. അങ്ങനെ പറഞ്ഞ എന്റെ കനക, നീ എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല. എനിക്ക് നിന്നെ ഇനി വേണ്ട. ഇനി നിന്റെ ഓരോ കാര്യത്തിനും ഞാൻ ഇടപെടൂല. ഞാൻ എന്ത് പറഞ്ഞു? ലക്ഷ്മി എന്നല്ല പറഞ്ഞേ. കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞ മറന്നുപോയാ? എന്താ ഇല്ലാത്തല്ലേ പറഞ്ഞത്? ക്ലീറ്റോന് പണിയില്ല, ഒളിച്ചോടി പോയി. 15 വർഷം മുമ്പ് ഞാൻ ഒളിച്ചോടി പോയി. ഇപ്പോഴാണ് അത് പറയേണ്ടത്? നീ ഒളിച്ചോടി പോയില്ലല്ലോ. നീ എന്നിട്ട് എന്ത് നേടി? നീ കൊട്ടാരം ഉണ്ടാക്കിയോ? നീ എസ്റ്റേറ്റ് ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെ ഇതൊന്നും ഇല്ലാത്ത എന്നെ നീ എന്തിനാ നാണം കെടുത്താൻ നിൽക്കണേ? ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയട്ടെ എന്നാ. എടാ, നീ ലൈൻമാൻ ആയിട്ട് ഞാൻ അവളോട് എന്താ പറഞ്ഞത്? ഞാൻ KSB ഉദ്യോഗസ്ഥനാണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യം? ഞാൻ പറഞ്ഞ ഞാൻ ലൈൻമാൻ ആണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ലൈൻമാൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലും ഇല്ല. ഞാൻ അഭിമാനത്തോടാണ് ജോലി ചെയ്യണത്. അഭിമാനം? എന്റെ അഭിമാനം എല്ലാം കളഞ്ഞല്ലോ. നാത്തൂനെ ഏട്ടൻ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതാ. നാത്തൂനൊന്ന് ക്ഷമിക്കാൻ പറ്റൂല ജമന്തി. വെള്ളം അടിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ നാണം കെടുത്താൻ ഇവന് എന്താ അധികാരം ഉള്ളത്? ഞങ്ങളൊക്കെ വെള്ളം അടിക്കണവരാ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയെ സഹിച്ചാൽ മതി. നീ അത് സഹിക്കേണ്ട കാര്യമില്ല. നിന്റെ ചെലവിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാൻ മിഷൻ ചവിട്ടി തന്നെ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട കാര്യം ഒച്ച ഉണ്ടാക്കും ഞാൻ. നിങ്ങളോട് ഞാൻ കഴിഞ്ഞിട്ടുള്ള ബന്ധം ഇവനായിട്ട് നിങ്ങൾക്കുള്ളൂ. ഇനി മേലാല് എനിക്കിങ്ങനെ ഒരു സഹോദരനില്ല, അതോർത്തോ.